Praise the Lord. So we will turn tonight to 1 Peter chapter 3, and we will come to what Peter is and the Holy Spirit is trying to say and speak to the church. ഈ രാത്രികാലം പിന്നെയും നമ്മുടെ ശ്രദ്ധയെ 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരാം. പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മുഖാന്തരം ദൈവസഭയോട് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. So we will begin from verse 13 onwards till we can go till 17. അതിന്റെ 13-ാം വാക്യം തൊട്ട് 17-ാം വാക്യം വരെ വായിക്കാം. കലങ്കരുത്, എന്നാൽ കർത്താവായി വിശദീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഠിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. Praise the Lord. Then who is he who will harm you if you become followers of what is good? So tonight we are going to begin this passage, especially First Peter talks about the important fact of every Christian believer. It's about suffering for Christ's sake or suffering for righteousness' sake. ഈ രാത്രികാലം നമ്മൾ ഈ ഭാഗം തുടങ്ങുവാൻ പോകുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പത്രോസ് ഈ ഭാഗങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ കൊണ്ട് ഇടയാകുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ്. Chapter 1 we see that the salvation of a believer. 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വിശ്വാസിയുടെ രക്ഷയെക്കുറിച്ചാണ്. Chapter 2 we can see that because we have been born again and begotten by God, how we ought to live and how we ought to behave. 2-ാമത്തെ അധ്യായം കാണുന്നത് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവരായതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ചതായതുകൊണ്ട് നാം ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്. So in short, we have a submissive Christian who is always submissive to God and authorities and families. ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു കീഴടങ്ങിയിരിക്കുന്ന ഒരു ജീവിതമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന എല്ലാ അധികാരങ്ങൾക്കും ദൈവത്തിനും കുടുംബത്തിനും എല്ലാം കീഴടങ്ങി പോകുന്നത്. And then it summarizes by saying that if anyone wishes to have a good life, let him behave how we have to behave among one another, to have one mind, be compassionate, tender-hearted. And these are the things that we all studied. അതിനുശേഷം എല്ലാം ചുരുക്കമായി പറയുന്നത് നോക്കുകയാണെങ്കിൽ ഒരുവൻ നല്ല ജീവനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ പെരുമാറണമെന്ന് അവൻ ഐക്യമത്യമുള്ളവരായി, സഹതാപമുള്ളവരായി, സഹോദരപ്രീതിയുള്ളവരായി, വിനയബുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. So that is about the behaving Christian, how he is to behave. And thirdly, it comes to a suffering Christian. അത് എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസി പെരുമാറേണ്ടത് എന്നുള്ള കാര്യം അവിടെ വ്യക്തമായി പറയുന്നു. അതിനുശേഷം പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻക്കുണ്ടാവുന്ന കഷ്ടതകളെ കുറിച്ച്. So this is where we are now venturing into the suffering Christian. അവിടെയാണ് ഈ രാത്രികാലം നമ്മൾ പോകുന്നത്, ഒരു കഷ്ടതയിലൂടെ പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതം. And it continues by saying and. Verse 13 says and. അത് അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. So that is what we read in English, so we can read it once again. And who is he who will harm you if you become followers of what is good. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനായി. So again, this is coming back to how we can testify in this hostile world, or how we can testify among the Gentile believers, ഈ ജാതികളുടെ or the Gentile people, sorry. ജാതികളുടെ നടുവിൽ ശത്രുത്വം നിറഞ്ഞ ഈ ലോകത്തിന്റെ നടുവിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. So as we sang the song, let our lives be an example for others. നമ്മൾ പാടിയതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരട്ടെ. So when this world is going to end, ഈ ലോകം അതിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ we have to begin our life നമ്മുടെ ജീവിതം തുടങ്ങുവാനാകണം, and showcase our life, നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കുന്ന, so that we can be followers of Christ, അത് മുഖാന്തരം നാം കർത്താവിന്റെ ക്രിസ്തുവിന്റെ അനുയായികളായി തീർന്നു, eagerly waiting for his soon coming. കർത്താവിന്റെ വരവിനെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നുകൊണ്ട്. And then in this same world of despair and doubt,
ഈ ലോകത്തിൽ സംശയങ്ങളും നിരാശകളും നിറഞ്ഞ ഈ ലോകത്തിൽ തന്നെ in this world of pain and sorrow, വേദനയും ദുഃഖവും നിറഞ്ഞ ഈ ലോകത്തിന് നടുവിൽ we Christians can be hopeful and giving hope for others. ആ ക്രിസ്ത്യാനികളെ നമ്മൾ പ്രത്യാശ നിറഞ്ഞവരായി മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകി കൊടുക്കുവാൻ ഇടയാകും. So that is why this is an important subject that we are going to study. അതുകൊണ്ടാണ് നമ്മൾ ഈ രാത്രി കാലം ചിന്തിക്കുവാൻ പോകുന്ന വിഷയം വളരെ പഠനത്തിന് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. And Peter is speaking to the church at that time who are undergoing various kinds of persecution as well as challenges in their society. ആ പത്രോസ് ഇത് ദൈവസഭയോട് സംസാരിക്കുന്നത് ആ സമയത്ത് സഭ വളരെ പ്രതികൂലമായ കഷ്ടതകളിലൂടെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. We can see that people of God had a choice before them whether they need to stand for Christ or whether they need to have a compromised life which can be accommodating in that society. അന്നുണ്ടായിരുന്ന ആ ജനങ്ങൾക്ക് അവരൊരു തെരഞ്ഞെടുപ്പിന് മുൻപിലായിരുന്നു ക്രിസ്തുവിന് വേണ്ടി നിൽക്കണമോ അതോ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല കോംപ്രമൈസുകളും ചെയ്ത് മുൻപോട്ട് പോകണമോ എന്ന്. So it is a choice even today. ഇന്നും അതൊരു തെരഞ്ഞെടുപ്പായി ഒരു ചോയ്സായി നമ്മുടെ മുൻപിൽ It's a challenge even today. അത് ഇന്ന് നമുക്കൊരു വെല്ലുവിളിയായി നമ്മുടെ Do you want to be called as a Christian, a true Christian as the Bible says? ആ ബൈബിൾ പറയുന്നത് പോലെ ഒരു സത്യവിശ്വാസിയായിട്ട് നമ്മൾ ജീവിക്കണോ? Or do you want to be having a compromised life where you are accepted by anyone in this world? അതോ ഈ ലോകത്തിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട പലതിനും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വിശ്വാസിയായി ജീവിക്കണം? So here we can study tonight. ഈ രാത്രികാലം ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് What is the word of God speaking to our hearts? ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് എന്താണ് സംസാരിക്കുന്നത്? But this subject starts with a very different angle to the subject of suffering. ഈ ഒരു സബ്ജക്ട് തുടങ്ങുന്ന ഒരു ഡിഫറെന്റ് ആംഗിളിലാണ് കഷ്ടതയിലൂടെ നാം എങ്ങനെയാണ് സഹിക്കേണ്ടതെന്ന്. Just to remind you, chapter 1 already talks about the Christians suffering for good. നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിക്കുവാൻ വേണ്ടി 1-ാം അധ്യായം നന്മയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തീയ കഷ്ടതകളെ വെച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. But now Peter comes to the more detailing of this in chapter 3 and chapter 4. പക്ഷേ ഇവിടെ പത്രോസ് അതിനെ വളരെ ആഴത്തിൽ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ 3-4 അധ്യായങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. But if you take notice, the verse 13 begins by saying it's a question mark. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ 13-ാം വാക്യം ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. So it says, and who is he who will harm you if you become followers of what is good, with a question mark. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് ആര് എന്ന് ഒരു ചോദ്യചിഹ്നത്തോടെയാണ് അത് അവസാനിക്കുന്നത്. And means it's a continuation of what happened earlier. And എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു തുടർമാനമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പിന്നെയും പറയുന്നത്. So how we can have a good life? By behaving good, by doing good. എങ്ങനെയാണ് നമുക്കൊരു നല്ല ജീവിതം പ്രാപിക്കുവാൻ കഴിയുന്നത്? നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ. And now the question is, പിന്നെയുള്ള ചോദ്യം, if you are followers of what is good, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ അതിനെ അനുയായികളാകുന്നുവെങ്കിൽ who will harm you? നിങ്ങളെ ആരാണ് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത്? So this is talking about the subject of suffering and persecutions and trials. ഈ ഒരു ഭാഗം സംസാരിക്കുന്നത് പരീക്ഷകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളെയും കുറിച്ചാണ്. To whom? ആരോടാണ് സംസാരിക്കുന്നത്? To a believer. ഒരു വിശ്വാസിയോടാണ്. So it is talking about the subject of suffering for Christ, suffering for the sake of righteousness that you are living for. And then the question begins by saying, if you are a follower of doing good, who can harm you? ഈ ഒരു ഭാഗം തുടങ്ങുന്നത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതും നീതിയായിട്ട് ക്രിസ്തു നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരുന്നവർക്കും കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ അവിടെയുള്ള ചോദ്യം ഇതാണ്, നിങ്ങൾ നന്മ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആരാണ് ദോഷം ചെയ്യുന്നത്? But when we read verse 14 onwards, continuation of that passage till 18, അതിന്റെ തുടർമാനമായിട്ട് 14-ാം വാക്യം തൊട്ട് 18-ാം വാക്യം വരെ നാം വായിക്കുമ്പോൾ it is talking about Christian suffering. അത് ക്രിസ്തീയ കഷ്ടതകളെ കുറിച്ചാണ് പറയുന്നത്. Then why is the word of God starting with a question mark that if you are a follower of good, who can harm you? പിന്നെ എന്തിനാണ് ദൈവത്തിന്റെ വചനം അത് ചോദ്യചിഹ്നത്തോടെ തുടങ്ങുന്നത്? നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആരാണ് ദോഷം ചെയ്യുന്നത്? Read 14 onwards. So keep that question in your mind. ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. Okay, now read 14 onwards. But even But how does it say in English? How would it start? But. There is a but. But even if you should suffer for righteousness' sake, you are blessed. അതിന്റെ 14-ാം വാക്യം പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും അതിനർത്ഥം എന്തു? What is the meaning of that? So you are a follower of good. നിങ്ങൾ നന്മ ചെയ്യുന്നതിന്റെ അന്യായം ആകുന്നുവെങ്കിൽ You are a follower of good. നിങ്ങൾ നന്മ ചെയ്യുന്നവരുടെ അന്യായിയാണ്.
So, even if you follow and pursue to be good, നിങ്ങൾ നന്നായിരിക്കുവാൻ നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ അന്യാനിയായിരിക്കുന്നതെങ്കിലും there is a but. അവിടെ ഒരു പക്ഷയുണ്ട്. But if you suffer for righteousness' sake, നിങ്ങൾ നീതിക്ക് വേണ്ടിയാണ് കഷ്ടം നീതി നിമിത്തമാണ് കഷ്ടം സഹിക്കുന്നത്, you are blessed. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. So, do not quote verse 13 to say that Christians will never have suffering. ഒരിക്കലും കോട്ട് ചെയ്യരുത് അതിന്റെ 13-ാം വാക്യം, ക്രിസ്തീയ വിശ്വാസിക്ക് ഒരിക്കലും കഷ്ടതയില്ല എന്ന് പറയുവാൻ. And never judge anyone who is undergoing suffering that they have done something wrong. ആരെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി ആയിരിക്കരുത് അവർ ജീവിതത്തിൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന്. That is why we have to understand what the word of God is saying. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് നാം ശ്രദ്ധിക്കേണ്ടത്. So now continue reading. അതിന്റെ തുടർമാനമായിട്ട് So we are coming into the subject of suffering for Christ's sake. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു നിമിത്തം കഷ്ടം അനുഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് നാം But പഠിക്കുക. let us not be having any doubt or confusion. നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഒരു സംശയമോ ഒരു കൺഫ്യൂഷനോ ഉണ്ടാകും. You are blessed if you suffer for Christ's sake. നിങ്ങൾ ക്രിസ്തു നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. For because of who you are in Christ and what you want to be in Christ and what you have taken decision, that is all right and it is right decision. നിങ്ങൾ ക്രിസ്തുവിൽ ആരായിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ ആരായിരിക്കണമെന്ന് തീരുമാനമെടുത്തത് കൊണ്ട് ആ തീരുമാനങ്ങളെല്ലാം നല്ലതാണ്. അത് ക്രിസ്തു നിമിത്തം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. Just because your dreams are not fulfilled, just because it is not going according to your will, does not mean that you have done a wrong decision. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിവർത്തിക്കപ്പെടാത്തത് കൊണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാത്തത് കൊണ്ട് നിങ്ങൾ നല്ലവരല്ല എന്ന് ആയിത്തീരുന്നില്ല. Just because your prayers are not answered does not mean that you have to stop doing what you are doing. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിർത്തിപ്പോകുവാനിടയാകരുത്. Praise the Lord. Praise the Lord. I thank God the faithful servants of God who lived their life for so long and they still pursue to live for Christ. ക്രിസ്തുവിന്റെ ദാസന്മാർക്കായി നന്ദി പറയുന്നു. അവർ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ട് നീളുനാൾ കർത്താവിന് വേണ്ടി നിന്നതിനായി സ്തോത്രം ചെയ്യുന്നു. They have remained long and faithful to God, to church and to every person. അവർ കർത്താവിന് വേണ്ടി ദൈവസഭയ്ക്കും എല്ലാവർക്കും വേണ്ടി അധികം നാൾ അവർ കഷ്ടാനുത്തരോടെ അവർ സഹിച്ചു നിൽക്കുവാനിടയായി തീർന്നു. So when the word of God begins by starting in 13 that who can harm you? അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് ആര്? But at the same time verse 14 says it's a great comfort and blessing. But even if you suffer for righteousness' sake, blessed, you are blessed. അതിന്റെ 14-ാം വാക്യം അതിന്റെ തുടർമാനമായിട്ട് കാണുന്നു, വളരെ ആശ്വാസകരം അനുഗ്രഹിക്കേണ്ട വചനമാണ്. നിങ്ങൾ നീതി നിമിത്തം കഷ്ടം സഹിക്കുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. So we may live in this world and there are a lot of things that we may face, lot of things that we have to stand for the Lord. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അനേകം കാര്യങ്ങൾക്ക് വേണ്ടി നാം നിൽക്കുവാനും അനേകം കാര്യങ്ങൾ നാം ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. Do not compromise. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. Live for the Lord, stand for the Lord. കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി നിൽക്കുക. Because when he comes, കർത്താവ് കടന്നു വരുമ്പോൾ none of us will be ashamed to stand before him. ഒരിക്കലും കർത്താവിന് മുൻപിൽ നിൽക്കുവാൻ നാം ആരും ലജ്ജിതരായി തീരുവാനിടയാകരുത്. This is what we begin by the subject of suffering for Christ's sake. ക്രിസ്തു നിമിത്തം ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഒരു സബ്ജക്ട് ഇവിടെയാണ് നാം തുടങ്ങുന്നത്. Verse 14 talks about but if. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. But what is that suffering? എന്താണ് ആ കഷ്ടത? Continue. And do not be afraid. It means that there is some frightening things around us. അതിന്റെ അർത്ഥം നമുക്ക് ചുറ്റും നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. Do not be afraid of their threats, nor be troubled. അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. Verse 15. But sanctify the Lord God But sanctify the Lord God in your hearts. in your hearts, and always be ready to give a defense to everyone who asks you എന്നാൽ with meekness and fear. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വിശുദ്ധീകരിക്കുവേൻ. നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവേൻ. Verse 16. Having a good conscience, that when they defame you as evildoers, those who revile your good conduct in Christ may be ashamed. Verse 17. For it is better if it is the will of God to suffer for doing good than for doing evil. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിന് ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കുവേൻ.
നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. So when we start to study about First Peter, we see the grace of God that is bestowed upon us. ആ 1 പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് കാണുന്നത് നമ്മുടെ മേൽ ചുരിഞ്ഞ നമ്മുടെ മേൽ നിറച്ചു വന്ന ദൈവത്തിന്റെ കൃപയെ കുറിച്ചാണ്. So it is a great abundant mercy of God that He has chosen us and He has called us. ആ ദൈവത്തിന്റെ വലിയ കരുണയുടെ ആധിക്യമാണ് ദൈവം നമ്മളെ വിളിച്ചതും തെരഞ്ഞെടുത്തതും. So we are Christians, although we fail many times, but the grace of God is always with us. നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം വീണു പോകുമ്പോഴും കർത്താവ് നമ്മളെ ക്രിസ്ത്യാനികളെയാൽ നിലനിർത്തുന്നു. So when we are so much enjoying that grace that we experience, നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയെ അധികമായി നമ്മൾ അനുഭവിച്ചു കഴിയും തോറും there is another aspect of our life which is suffering for Christ. നമ്മുടെ ജീവിതത്തിന്റെ വേറൊരു വശവുമുണ്ട്, അത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക So എന്നതാണ്. that is where there's a shift that always troubles us. അവിടെ ആ ഷിഫ്റ്റ് ആണ് എപ്പോഴും നമ്മളെ ട്രബിൾ ചെയ്യുന്നത്. When we are in a life of so much grace and abundant mercy of God, ആ ദൈവത്തിന്റെ വലിയ കരുണയുടെ ആധിക്യത്തിൽ ദൈവത്തിന്റെ വലിയ കൃപയിൽ നാം when ആയിരിക്കുമ്പോൾ God's grace is so fervent in our life, so magnificent in our life, that we are so thankful to God and we wonder how God is dealing with us. But then at the same time, we have to know that we have to be ready to suffer for Christ. കർത്താവ് ഇത്ര മഹാനായ നല്ലവനായ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനായി കൂടെ ഇരിക്കുമ്പോൾ നാം കർത്താവിന് നന്ദിയുള്ളവരായിരിക്കുന്നു. എത്ര അധികമായി നമ്മളെ നടത്തുന്നത് ഓർത്തുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന് വേറൊരു വശവുമുണ്ട്, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളത്. This week I was so much encouraged by the great word of God. Great is your faithfulness. ഈ ആഴ്ചക്കാലം വളരെ ദൈവത്തിന്റെ വചന മുഖാന്തരം വളരെ ഉത്സാഹമുള്ളവനായി തീരുന്നു. നിങ്ങളുടെ വിശ്വസ്തത ഏറ്റവും വലിയതെന്നുള്ള I was trying to see that what is this faithfulness of God in my life. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത എന്താണ് ഞാൻ നോക്കുവാനിടയാകും. And I want to encourage the church also to start thinking about this. What is the faithfulness of God towards each one of us? ദൈവസഭയെയും ഞാൻ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ വിശ്വസ്തത എന്താണ്? We can see in Lamentations, we all know that great verse. വിലാപങ്ങൾ നമുക്ക് വലിയ വാക്യം കാണുവാൻ കഴിയുന്നുണ്ട്. Verse chapter 3, when the people of God were in a very difficult situation. ദൈവത്തിന്റെ മക്കൾ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ Because of how they lived their life, the wrath of God was upon them and they were in utter despair. അവർ ജീവിച്ച ജീവിതം മുഖാന്തരം ദൈവത്തിന്റെ കോപം അവരുടെ മേലുണ്ടായിരുന്നു. അവർ ജീവിതം വളരെ നിരാശയിലായിരുന്നു. Because of their sinful life and the wrong decisions, they had to face a lot of troubles in their life. അവരുടെ ജീവിതത്തിന്റെ പാപം മുഖാന്തരം അവരുടെ ജീവിതത്തിൽ അവർ അനേകം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി But വന്നു. God was not over with them. പക്ഷെ ദൈവം അവരെ കൊണ്ട് അവിടെ തീർന്നു പോയില്ലായിരുന്നു. God had a plan for them. ദൈവം അവർക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. God redeemed them. God delivered them. ദൈവം അവരെ വീണ്ടെടുത്തു. ദൈവം അവരെ വിടുവിച്ചു. And that is why the word of God reminds in the midst of all these things. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് ഇതിന്റെ നടുവിലൊക്കെ. If anybody has taken that verse, please take it. Lamentations chapter 3, 22-23. Yeah, read that. So that is a very good verse. നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് യഹോവയുടെ ദയ, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. Praise the Lord. അത് രാവിലെ തോറും പുതിയതും. അത് രാവിലെ തോറും പുതിയതും. They are new every morning. നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. Praise the Lord. Read that in English. Through the Lord's mercy we are not consumed, because his compassions they never fail. They are new every morning. Great is thy faithfulness. So when we are talking about the faithfulness of God, ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ, when we see the grace of God so abundantly showered upon us, ദൈവത്തിന്റെ കൃപ അധികമായി നമ്മുടെ മേൽ ചൊരിയുന്നത് കാണുമ്പോൾ, there is a aspect of suffering for Christ's sake which we have to take it. നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കേണ്ട കഷ്ടതയുടെ ഒരു ഭാഗം കൂടി. That is why the chapters build the foundation for every Christian life. അതുകൊണ്ടാണ് ഈ അധ്യായങ്ങളിലൊക്കെയും ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ അവിടെ സ്ഥാനപ്പെടുത്തുന്നു. One, it is talking about the salvation of a believer. അവിടെ ഒരു ഭാഗത്ത് ഒരു വിശ്വാസിയുടെ രക്ഷയെ കുറിച്ച് പറയുന്നു. Then it talks about that how he should behave and how he should be submissive
in this world, അതിനുശേഷം അവൻ എങ്ങനെ പെരുമാറണം, അവനുള്ള അധികാരങ്ങൾക്ക് അവൻ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള കാര്യം, how he has to be submissive to God, ദൈവത്തിന് എങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയും, how he has to be submissive to his wife and submissive to the husband. എങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. And then it comes about the suffering Christian. അതിനുശേഷം കടന്നു വരുന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കുന്നതിനെ So കുറിച്ച്. here when we talk about this subject, ഇവിടെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നാം സംസാരിക്കും. first thing God reminds us, ഒന്നാമത്തെ കാര്യം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, if you are doing good, നമ്മൾ നന്മ ചെയ്യുന്നുവെങ്കിൽ who can harm you? ആരാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്? So when we ask this question to ഈ ourselves, ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ yes, it is true, അത് സത്യമായ കാര്യമാണ്. nothing can harm us. ആർക്കും ഒന്നും നമുക്ക് ദോഷം ചെയ്യുവാൻ But don't be കഴിയില്ല. mistaken. പക്ഷെ ആരും തെറ്റിദ്ധരിക്കരുത്. What it means അതിന്റെ is അർത്ഥമാക്കുന്നത് what we have to understand tonight. അത് ഈ രാത്രി കാലം നമുക്ക് മനസ്സിലാകണം. Because when we say that nothing will harm us, ഒന്നും നമുക്ക് ദോഷം ചെയ്യുക ഇല്ല എന്ന് then പറയുമ്പോൾ immediately the question comes is, ഉടനെ നമുക്ക് വരുന്ന ചോദ്യം ഇതാണ്, why we have to suffer? എന്തുകൊണ്ട് നാം കഷ്ടം അനുഭവിക്കണം? Why so and so suffering comes in our life? എന്തുകൊണ്ട് ഇന്ന കഷ്ടങ്ങളുടെ ജീവിതത്തിൽ കടന്നു Why so and so people are suffering? എന്തുകൊണ്ട് ഇന്ന ആൾക്കാർ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു? Why the Christians are suffering? എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു? Why the Christians are killed? എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു? So in the midst of all these happenings, ഈ നടക്കുന്ന സംഭവങ്ങളുടെ നടുവിലൊക്കെ the question is, ഇവിടെയുള്ള ചോദ്യം, if you pursue for doing good, നമ്മൾ നന്മ ചെയ്യുന്നതിനെ നാം പിന്തുടരുന്നുവെങ്കിൽ who can harm you? ആര് നമുക്ക് ദോഷം ചെയ്യും? Don't forget what Paul said. പൗലോസ് പറഞ്ഞത് നാം മറന്നു പോകരുത്. If God is for us, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ who can be against us? ആര് നമുക്ക് പ്രതികൂലമായി നിൽക്കും? But it doesn't mean that he's saying, what he's saying is, if God is for us, nothing can be against us. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നുവെങ്കിൽ ഒന്നും നമുക്ക് പ്രതികൂലമായി നിൽക്കുകയില്ല. What did he say? പക്ഷെ എന്താണ് പത്രോസ് പറയുന്നത്? Even though anything comes in my life, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, even any persecution comes, എന്തെങ്കിലും ഉപദ്രവങ്ങൾ കടന്നു വന്നാൽ, even any perils come, എന്തെങ്കിലും നാശകരമായ കാര്യങ്ങൾ കടന്നു even വന്നാൽ, hunger comes, എന്തെങ്കിലും വിഷവ് കടന്നു വന്നാൽ, even sword comes, വാള് കടന്നു വന്നാൽ, nothing can separate me from the love of God. ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒന്നിനും എന്നെ വേർപിരിക്കുവാൻ So we have to understand the context and the understanding of the word of God very clearly, ആ ദൈവത്തിന്റെ വചനത്തിന്റെ പശ്ചാത്തലവും അത് എന്താണ് എഴുതിയിരിക്കുന്നത് നാം വ്യക്തമായി മനസ്സിലാക്കും. so that nobody will cheat us with any false philosophy. അത് മുഖാന്തരം ഒരു തത്വജ്ഞാന മുഖാന്തരം ആരും നമ്മളെ വഞ്ചിക്കുവാൻ ഇടയാകും. Nobody should teach us that blessing means that you should never have any suffering. No. ആരും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കരുത്. അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കഷ്ടതയില്ലാത്ത ജീവിതമാണ്. Yes, blessed are those who suffer for righteousness' sake. നീതി നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യവാന്മാരാണ്. Jesus said two things in the Sermon on Mount. ഗിരിപ്രഭാഷണത്തിൽ രണ്ട് കാര്യങ്ങൾ കർത്താവ് പറയുന്നു. One is you hunger and thirst for righteousness. ആ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, For those, blessed are those who hunger and thirst for righteousness, for they shall be filled. ആ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അവർക്ക് തൃപ്തി വരും. At the same time, towards the end, it says, പക്ഷെ അതിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ blessed are those who are persecuted for righteousness' sake, ആ for theirs is the kingdom of heaven. നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവർ അവർ സ്വർഗരാജ്യം അവർക്കുള്ളത്. So two things. രണ്ട് കാര്യങ്ങൾ. You have to pursue for doing good. നമ്മൾ നന്മ ചെയ്യുന്നത് നാം You പിന്തുടരണം. have to pursue to do right. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നാം Blessed പിന്തുടരണം. are those who hunger and thirst for righteousness, they shall be filled. നീതിക്ക് വേണ്ടി വിശുദ്ധ ദാഹിക്കുന്നവർ അവർക്ക് തൃപ്തി At വരും. the same time, it says, blessed are those who persecuted for righteousness' sake. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. Because of your right standing before God. ദൈവത്തിന് മുൻപാകെയുള്ള നിങ്ങളുടെ നല്ല Because of you doing the right thing before God. ദൈവത്തിന് മുൻപാകെ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ In this മുഖാന്തരം hostile world where things are not in the favor of doing good as per the word of God, നിങ്ങൾ ഈ ശത്രുത്വം നിറഞ്ഞ ഈ ലോകത്തിന്റെ നടുവിൽ ദൈവവചന പ്രകാരം നിങ്ങൾക്ക് അനുകൂലമായി ഒരു കാര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും, but if you are ready to suffer for righteousness' sake, നിങ്ങൾ നീതി നിമിത്ത കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ blessed are you. അവർ നിങ്ങൾ But it അനുഗ്രഹിക്കപ്പെട്ടവരാണ്. doesn't end there. പക്ഷെ അത് അവിടെ കൊണ്ട് തീരുന്നില്ല. Matthew 5, chapter 5, verse 11-12. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. Blessed are you when they revile. So it goes little more further. It is not only suffering for righteousness' sake or persecuted for righteousness' sake. It says that when they, who are they? Anybody who does not accept Christ and what Christ has told us to do. അവിടെ പറയുന്നവർ ആരൊക്കെ, അവരെങ്ങനെയുള്ളവരാണ്? ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ, ക്രിസ്തു പറഞ്ഞത് അനുസരിക്കാത്തവർ. Also the people who are hostile who are in this world, the Gentile people. ജാതികളാ ഈ ലോകത്തിൽ ശത്രുത്വത്തോടെ ആയിരിക്കുന്നവർ. There are some people who will always hate you. ഈ ചില ആളുകൾ എപ്പോഴും നമ്മളെ പകച്ചുകൊണ്ടേയിരിക്കും. Remember, some people will see your goodness and they will start to like you.
ചില ആളുകൾ നിങ്ങൾ നന്മ ചെയ്യുന്നത് കാണുവാനും നിങ്ങൾ ഇഷ്ടപ്പെടുവാനും ഇടയായി തീരും. So don't forget that there is both sides to this. ഒരിക്കലും മറന്നു പോകരുത്, ഇതിന് രണ്ട് വശങ്ങളുമുണ്ട്. When you do good, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ even people who are harmful will become quiet. നിങ്ങളെ ഉപദ്രവിക്കുന്നവർ അവരും നിശബ്ദരായി തീരും. In Proverbs it says that if you walk righteously, ആ സദൃശ്യവാക്യങ്ങൾ പറയുന്നത് നിങ്ങൾ നീതിയോടെ നടക്കുന്നുവെങ്കിൽ even the enemies will listen to you. ആ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് ശ്രദ്ധ തരുവാൻ So ഇടയായി. this word of God is not incorrect, it is perfectly right. ഈ ദൈവത്തിന്റെ വചനം തെറ്റായുള്ളതല്ല, അത് ഏറ്റവും So when ശരിയായിട്ടുള്ള. Paul says that if God is for us, who is against us? ആ പൗലോസ് പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ ആര് നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും? Nothing can be against us. ഒന്നും നമുക്ക് പ്രതികൂലമായി When വരികയില്ല. Peter is asking the question, പക്ഷെ പത്രോസ് ചോദിക്കുന്ന if ചോദ്യം, you pursue to do good, നിങ്ങൾ നന്മ ചെയ്യുന്നത് പിന്തുടരുന്നു, who will harm you? നിങ്ങളെ ആർക്ക് ദോഷം ചെയ്യും? What is the answer? അതിനുള്ള ഉത്തരം എന്താ? Nobody will can harm us. ആരും നമുക്ക് ദോഷം ചെയ്യുവാൻ So കഴിയും. that is the understanding that we should have. നമുക്ക് ഈ ഒരു ചിന്തയാ മനസ്സിലാക്കാൻ, ഈ രീതിയിലാണ് നാം ഇതിനെ But it മനസ്സിലാക്കുന്നത്. doesn't mean that we will not have any suffering or any persecution. അതിന്റെ അർത്ഥം നമുക്ക് ആർക്കും ഒരു കഷ്ടത വരത്തില്ല, ഒരു ഉപദ്രവങ്ങൾ കടന്നു വരത്തില്ല Because എന്നതാണ്. when we read that, we understand very clearly നമ്മൾ അത് what Peter is talking to the church, as what the Holy Spirit leading through Peter to say to the church and the believers is that we may have sufferings in our life because of Christ's sake. അതിന് തുടർമാനമായിട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ ദൈവസഭയോട് പറയുന്നത്, ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടാകും. This passage we can understand, as I said, that even though we enjoy the grace and the abundant mercy of God, we also have to know that what God allows to have suffering in our life. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ അധികമായി നാം അനുഭവിക്കുമ്പോഴും മറുവശത്ത് കർത്താവ് നിമിത്തം നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. We can see that this Peter, this epistle, it was written in the midst of a real persecution that is already begun. ഈ പത്രോസ് ഈ ലേഖനം നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ തുടങ്ങിയിരുന്ന ഒരു ക്രിസ്തീയ ഉപദ്രവങ്ങളുടെ നടുവിലാണ് ഈ ലേഖനം എഴുതുവാനിടയായത്. If we see the timeline of the church, ദൈവസഭയുടെ ഒരു ടൈം ലൈൻ കാണുമ്പോൾ we can see the early church, they started on the day of Pentecost when everything started, the movement started. ആദ്യമസഭ തുടങ്ങുവാൻ ഇടയായി തീർന്നത് ആ പെന്തിക്കോസ്ത് നാളിലാണ്. അവിടെ ഒരു തുടക്കം കുറിക്കുവാൻ ഇടയായി തീർന്നു. So we can see that how the church was formed and established, എങ്ങനെയാണ് ദൈവസഭ ഉരുവായി വന്നതും സ്ഥിരമാക്കപ്പെട്ടതും, how it was flourishing. എങ്ങനെയാണ് അത് ഫ്ലറിഷ് ആയെന്ന് കാണുവാൻ. Immediately what happened? വളരെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു? Stephen was martyred. സ്തെഫാനോസ് കൊല്ലപ്പെടുവാൻ Who ഇടയായി. was Stephen? ആരാണ് സ്തെഫാനോസ്? A great man of God. ദൈവത്തിന്റെ വലിയ He മനുഷ്യനായിരുന്നു. had a very good reputation among everyone. അവർക്ക് എല്ലാവരുടെ നടുവിലും സ്തെഫാനോസിന് നല്ലൊരു He പേരുണ്ടായിരുന്നു. became the first martyr of the early church. ആദിമസഭയിൽ ദൈവത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ രക്തസാക്ഷിയായി തീർന്നു. Immediately after that, James, the disciple of Jesus, was killed. അതിനുശേഷം തുടർമാനമായിട്ട് കാണുവാൻ കഴിയുന്നത് കർത്താവിന്റെ ശിഷ്യനായ യാക്കോബ് കൊല്ലപ്പെടുവാൻ ഇടയായി. The next attempt was to completely finish Peter and the end of the story. അതിനുശേഷം അവർ അറ്റംപ്റ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നത് പത്രോസിനെയും കൊന്നുകഴിഞ്ഞ് ആ സ്റ്റോറിയെ തന്നെ ഇല്ലാതാക്കുവാനാണ്. And then we can see that the church still grew again. പക്ഷെ അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് സഭ വളർന്നുകൊണ്ടേയിരുന്നു. And we can see Paul started his first missionary. പൗലോസ് തന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര തുടങ്ങി. Paul started his missionary and then expanded further to the Gentile nations. പൗലോസ് തന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര തുടങ്ങി, അതിനെ ജാതികളുടെ നടുവിലേക്ക് വ്യാപിപ്പിച്ചു. Paul's second missionary journey started. പൗലോസ് തന്റെ രണ്ടാം മിഷണറി യാത്ര തുടങ്ങി. And there arose a new emperor Nero, under whom the entire persecution will start again. അവിടെ ഒരു നീറോ ചക്രവർത്തി തന്റെ അധികാരത്തിലേക്ക് കടന്നു വന്നു. ആ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ സഭ വലിയ ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയി. Paul was arrested and put into house arrest in Rome. പൗലോസ് അറസ്റ്റ് ചെയ്ത് റോമിൽ വീട്ടുകാര തടവെങ്കിൽ വെക്കുവാനിടയായി തീർന്നു. Peter is speaking to the church. പത്രോസ് സഭയോടാണ് സംസാരിക്കുന്നത്. Immediately after writing this, ഈ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം in 3 to 4 years, both Peter and Paul are killed. 3-4 വർഷത്തിന് ശേഷം പൗലോസും പത്രോസും കൊല്ലപ്പെടുവാനിടയായി. So are you clear? നിങ്ങൾക്ക് മനസ്സിലായോ? This verse 13 does not mean that you will not have any harm. അതിന്റെ 13-ാം വാക്യം നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷം ഉണ്ടാകത്തില്ല. What it means is, അതിന്റെ അർത്ഥം എന്താണ്? you will never be harmed because your life is not for here. Your life is for the coming world. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാകില്ല. കാരണം നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ ജീവിതം നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. Nobody can harm you and destroy you and completely finish you. ആരും ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായി ഇവിടെ നശിപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല. Jesus said what? യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? Do not fear those who can only kill your body. നിങ്ങളുടെ ശരീരത്തെ
ദേഹത്തെ മാത്രം കൊല്ലുവാൻ കഴിയുന്നവനെ But ഭയപ്പെടേണ്ട fear the കാര്യമില്ല. one പക്ഷേ ആരെ who ഭയപ്പെടണം? can also kill your body and your soul into hell. നിങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ അധികാരമുള്ളവനെ നിങ്ങൾ So ഭയപ്പെടണം. the Christian principle is what? ക്രിസ്തീയ ഉപദേശം എന്താണ്? We have to always look in the context of the coming kingdom. ആ വരുവാൻ പോകുന്ന ആ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നാം എല്ലാ If കാര്യങ്ങളും God is for us, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ who can be against us? ആര് നമുക്ക് പ്രതികൂലമായി നിൽക്കും? Nobody can deny any entrance in the kingdom of heaven if I am faithful to God. നാം ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുന്നുവെങ്കിൽ ആർക്കും ദൈവരാജ്യത്തേക്കുള്ള എന്റെ പ്രവേശനം തടയുവാൻ If കഴിയത്തില്ല. I do good, I will be rewarded in heaven. ഞാൻ നന്മ ചെയ്യുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ എനിക്കുള്ള പ്രതിഫലം If ഉണ്ടാകും. any force, any army, or anybody, any single person is against you throughout your life, yet they cannot harm you. ഏതെങ്കിലും ഒരു ശക്തിയോ ഒരു ആർമിയോ ഏതെങ്കിലും ഒരു വ്യക്തിയോ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഒന്നും നിങ്ങളെ നാശം ചെയ്യുവാൻ കഴിയത്തില്ല. Why? Because they can only disturb you in this world, കാരണം എന്താണ്? ഈ ലോകത്തിൽ മാത്രമേ അവർക്ക് നിങ്ങൾക്ക് ശല്യം ചെയ്യുവാൻ and you will not be destroyed. You will never be destroyed. ഒരിക്കലും നിങ്ങൾ പൂർണ്ണമായി നശിക്കപ്പെടുകയില്ല. So that is where we have to understand. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. Now, unfortunately, we are all in a world which is three things we all are pursuing for, or rather, everybody is thinking about. നിർഭാഗ്യവശാൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ലോകം 3 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. Three things are always important for human beings at this time in this world. ഈ ലോകത്തിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ 3 കാര്യങ്ങളാണ് മനുഷ്യവർഗത്തിന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. What is that? Health. ഒന്ന് ശരീരം, ആരോഗ്യം. Then, what else? Safety. 2 സുരക്ഷിതത്വം. So we can see that we are in this world where we always want to seek or want to prepare for a good health and for a safe life. നമ്മളിപ്പോൾ ഈ ആയിരിക്കുന്ന ലോകത്തിൽ നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത്, നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം, ഏറ്റവും സുരക്ഷിതമായ ഒരു ജീവിതവുമാണ്. Isn't it? So അങ്ങനെയല്ല. because everywhere in this modern world, it is more prominent that everyone seeks for what? Because we are talking about good life. So what is that good life? What is the definition of good life according to the world? Living a healthy life and a safe life. ഈ ആധുനിക ലോകത്തിൽ ഏറ്റവും പ്രോമിനന്റായി നിൽക്കുന്ന ഒരു കാര്യം, നമ്മൾ നല്ല ജീവനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകപ്രകാരം നല്ല ജീവിതത്തെ കുറിച്ച്, നല്ല ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നല്ല ആരോഗ്യപരമായ ജീവിതവും നല്ല സുരക്ഷിതവും നിറഞ്ഞൊരു ജീവിതവും. Another third thing is security. മൂന്നാമത്തെ കാര്യം സെക്യൂരിറ്റി ആണ്. So these are the three things that men seek earlier as well as even today. ഈ 3 കാര്യങ്ങളാണ് നേരത്തെയുള്ള ആളുകളും ഇന്നുള്ള ആളുകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. We also are adapted to these three needs. നമ്മളും ഈ ഒരു 3 കാര്യങ്ങൾക്ക് അഡാപ്റ്റഡ് ആയിരിക്കുന്നു. So we want to do everything that gives us good health. നമുക്ക് നല്ല ആരോഗ്യം തരുന്ന എല്ലാ കാര്യങ്ങളും നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. We want to do everything that makes us safe. Whatever we do, whatever we walk, wherever we walk, it should be what? Safe. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ, നമ്മൾ നടക്കുന്ന ഏത് വിഷയങ്ങളും നമ്മൾ സുരക്ഷിതരായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. And third is what? We want security. നമുക്കിടെ സംരക്ഷണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത്. So because of these three things, ഈ 3 കാര്യങ്ങൾ, everything of our life actually revolves around these three things. ഈ 3 കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോകുന്നത്. I'm not talking about roti, kapda and makan. That is all gone. That is all gone. Roti, kapda and makan, yes, it is gone. I'm sorry for saying that because definitely there are many people who are seeking daily for these basic needs, roti, kapda and makan. But unfortunately, the people who have gone ahead from the poverty line, for them it is health, safety and security. ഇന്നും ഈ ലോകത്തിൽ അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ പാർപ്പിടം, ഈ 3 കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട്. പക്ഷേ ആ പോവർട്ടി ലൈനിലും മേലോട്ട് പോയിരിക്കുന്നവർ, അവർ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല ആരോഗ്യം, സുരക്ഷിതത്വം, സംരക്ഷണത്തെ കുറിച്ചാണ്. So in the midst of this life, ഈ ജീവിതത്തിന്റെ നടുവിൽ the word of God is reminding us, ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, you do good. നിങ്ങൾ നന്മ ചെയ്യുക. And if for any righteousness sake you are undergoing any suffering, നിങ്ങൾ നീതി നിമിത്തം എന്തെങ്കിലും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ you are blessed. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. Not only that, അത് മാത്രമല്ല, it encourages and motivates us അത് പിന്നെ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്, to continue to do good.
തുടർമാനമായിട്ട് നന്മ So, what is ചെയ്തുകൊണ്ടേയിരിക്കുക. the message here? ഇവിടെയുള്ള സന്ദേശം എന്താ? Why is that verse starting in verse 13 as saying something that it will not harm you, but at the same time telling you that you will undergo persecution? എന്തുകൊണ്ടാണ് ആ 13-ാം വാക്യം നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടും 14-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നുള്ള കാര്യം പറയുന്നത്? Reading all these verses that we read today, നമ്മൾ ഈ ഇന്ന് രാത്രികാലം വായിച്ച ഈ വാക്യങ്ങളൊക്കെയും we have to learn 4 things. നമ്മൾ 4 കാര്യങ്ങൾ പഠിക്കണം. So, now, first, number 1, ഒന്നാമത്തെ കാര്യം, in the midst of this, ഈ കാര്യങ്ങളുടെ നടുവിൽ how can you be a faithful believer, a faithful Christian? എങ്ങനെയാണ് ഒരു വിശ്വസ്തനായ വിശ്വാസി, ഒരു വിശ്വസ്തനായ ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾക്ക് So, നിൽക്കുവാൻ what കഴിയും? this passage is telling us, എന്തുവാണ് ഈ ഒരു ഭാഗം നമ്മളോട് പറയുന്നത്? you be faithful. നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. Till when? ഏതുവരെയും? Till death. മരണം വരെ. To the church of Smyrna, the word of God says that you will be undergoing tribulations, but you do what? Remain faithful till the end and you will receive the crown. ആ സ്മിർനയിലുള്ള ദൈവസഭയ്ക്ക് അവരോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉപദ്രവങ്ങൾ കടന്നു വരുമെങ്കിലും നിങ്ങൾ വിശ്വസ്തയോടെ അന്ത്യത്തോളം നിൽക്കുക എന്നുള്ളത്. So, you be a faithful Christian is what it reminds us. നിങ്ങൾ ഒരു വിശ്വസ്തനായ ക്രിസ്ത്യാനിയായി നിലനിൽക്കുക. Second thing, it is reminding us to be enduring Christian. രണ്ടാമത്തെ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സഹിച്ചു നിൽക്കുന്ന ക്രിസ്ത്യാനിയായി Do നിൽക്കുക. not forget what Jesus spoke in Matthew chapter 25. We can see those who endure till the end, he will be saved. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞത് നമ്മൾ മറന്നു പോകരുത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ So ഭാഗ്യവാൻ. here this passage is reminding us to be an enduring Christian. ഇവിടെ ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സഹിച്ചു നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനി. The third thing it reminds us, be a fearless Christian. മൂന്നാമത്തെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഭയമില്ലാത്ത ഒരു ക്രിസ്ത്യാനി. Be a fearless Christian. ആ ഭയമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയായി നിൽക്കുക. Number 4, നാലാമത്തെ കാര്യം, it tells us be a hopeful Christian. ഒരു പ്രത്യാശയുള്ള ക്രിസ്ത്യാനിയായി നിൽക്കുക. So this is what the word of God is asking us to go through. ഈ 4 കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ചിന്തിക്കുവാൻ So ആഗ്രഹിക്കുന്നത്. one is, even if anything comes in our life, ഒന്നാമത്തെ കാര്യം, ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, whether for good or bad, അത് നന്മയ്ക്കാണെങ്കിലും തിന്മയ്ക്കാണെങ്കിലും, but as per God ദൈവത്തിന് and ദൈവപ്രകാരം, as per us, നമ്മളുടെ പ്രകാരം everything is for good. എല്ലാം നന്മയ്ക്കായിട്ടാണ്. Do you believe Romans chapter 8 verse 28? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Yes, we know it by heart. നമുക്ക് എല്ലാവർക്കും അതിനെ കാണാതെ At the അറിയാം. same time, we need to believe. നാം അതിനെ വിശ്വസിക്കണം. So what we have to believe? നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? Everything എല്ലാ കാര്യങ്ങളും, works together എല്ലാ കാര്യങ്ങളും, for good. എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി. Those who love God, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, those who are called according to his purpose. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, Sagaladum all works together for good. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. So it is a purpose of God and the will of God that we have to suffer. Yes, it will work for our good. ദൈവത്തിന് ഉദ്ദേശമാണ്, ദൈവത്തിന് ഇഷ്ടമാണ് നമ്മൾ കഷ്ടം അനുഭവിക്കണം. കാരണം അത് ദൈവത്തിന് ഉദ്ദേശപ്രകാരമുള്ള The കാര്യമാണ്. speaker here, the writer here has been killed. ഇവിടെ എഴുത്തുകാരൻ ഇവിടെ കൊല്ലപ്പെടുന്നു, Paul has been killed, പൗലോസ് കൊല്ലപ്പെടുന്നു. but the church is not stopped. പക്ഷേ ദൈവസഭയ്ക്ക് ഒരു മുടക്കവും The വന്നിട്ടില്ല. work of God is not stopped. ദൈവത്തിന്റെ വേലയ്ക്ക് ഒരു മുടക്കവും The വന്നിട്ടില്ല. death of the martyr has raised many people for Christ. ദൈവദാസന്മാരുടെ രക്തസാക്ഷിതമായ മരണം അനേകർ എഴുന്നേൽപ്പിക്കുവാൻ, Their life has been example for many people. അവരുടെ ജീവിതം അനേകർക്ക് ഉദാഹരണങ്ങളായി തീർന്നു. They never complained about God. അവരാരും ദൈവത്തെ കുറിച്ച് ഒരു പഴിയും പറഞ്ഞില്ല. They never formed any other way other than the way of Christ. ആ ക്രിസ്തുവിന്റെ മാർഗമല്ലാതെ വേറൊരു മാർഗവും അവരാരും തുടങ്ങി വെച്ചില്ല. Because the cross which they started to bear, they bore it till the end. അവർ വഹിച്ചുകൊണ്ടിരുന്ന ആ ക്രിസ്തുവിന്റെ ക്രൂശ് അവസാനത്തോളം അതിനെ വഹിച്ചുകൊണ്ട് They മുൻപോട്ട് were പോയി. not ashamed of the cross and the gospel of Jesus Christ. അവർ ക്രിസ്തുവിനെ കുറിച്ചോ ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ചോ ഒരിക്കലും ലജ്ജിച്ചു പോയില്ല. That is why Paul says, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, read that 1 Timothy chapter 4, 2 Timothy chapter 4 verse 18. 2 തിമോത്തി 4-ാം അധ്യായം 18-ാം വാക്യം, The Lord will deliver me from every evil work and preserve me, for his heavenly kingdom. Praise the Lord. So what does Paul says? എന്താണ് പൗലോസ് പറയുന്നത്? Paul says that Lord will deliver me from every
evil works. കർത്താവിനെ സകല ദുഷ്ടപ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ചു. Okay. So, was he saved by Nero? നീരോ ചക്രവർത്തിയിൽ നിന്ന് താൻ രക്ഷപ്പെട്ടോ? He was writing to Timothy and he's saying that the end of my days are near. പൗലോസ് തിമോഥെയോസ് എഴുതുകയാണ്, എന്റെ നിര്യാണകാലം അവസാനം He അടുത്തിരിക്കുന്നു. knows that he will be killed any moment by Nero because already the sentence has been given. തനിക്കറിയാം നീരോ ചക്രവർത്തിയാൽ ഏതു സമയം കൊല്ലപ്പെടും, കാരണം അതിനുള്ള ഉത്തരവ് അവിടെ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. So that is what we have to understand. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. So never take a position ഒരിക്കലും ഒരു സ്ഥാനം എടുക്കരുത്. that blessedness means nothing, no suffering. അനുഗ്രഹം എന്ന് പറയുന്നത് കഷ്ടത ഇല്ലാത്ത എന്നുള്ളതല്ല. Blessedness does not mean that you will not have any trouble. ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത അവസ്ഥയല്ല. Remember two things. രണ്ട് കാര്യങ്ങൾ ഓർക്കുക. There is suffering because of our human natures, humanity. മനുഷ്യന്റെ പ്രകൃതിപരമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കഷ്ടതകൾ ഉണ്ടാകും. Okay, so don't be confused. ഒരിക്കലും നമ്മൾ കൺഫ്യൂസ് ആയി പോകും. There is suffering because of humanity or human nature. നമ്മുടെ മനുഷ്യന്റെ പ്രകൃതം കൊണ്ട് നമുക്ക് കഷ്ടതകൾ ഉണ്ടാകും. Because of the fallen nature of man, there is suffering in this world and among every person on this മനുഷ്യൻ earth. വീണുപോയ പ്രകൃതമായതുകൊണ്ട് ഈ ലോകത്തിൽ അവന് കഷ്ടതയുണ്ടാകും. So whether you are a Christian or you are not a Christian, നിങ്ങൾ ക്രിസ്ത്യാനി ആണെങ്കിലും ക്രിസ്ത്യാനി അല്ലെങ്കിലും there is suffering because of our human nature. നമ്മുടെ മനുഷ്യ പ്രകൃതം കൊണ്ട് നമുക്ക് കഷ്ടതകൾ ഉണ്ടാകും. Sickness, രോഗങ്ങൾ, death, മരണം, any disabilities, എന്തെങ്കിലും ഡിസബിലിറ്റീസ്, any diseases, ഏത് വരുന്ന we രോഗങ്ങൾ, are prone to any of this. ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് പ്രോണായിരിക്കും. These are called as sufferings due to our humanity or human nature. ഇതൊക്കെയും ഈ കഷ്ടതയൊക്കെയും പറയുന്നത് നമ്മുടെ മനുഷ്യ പ്രകൃതമായ കഷ്ടതകളായിരിക്കും. If he hits me, I will get pain. It is because of my human body. എന്നെ ഇദ്ദേഹം ഇടിക്കുകയാണെങ്കിൽ എനിക്ക് വേദനിക്കും, കാരണം അത് മനുഷ്യ പ്രകൃതമായ So I ശരീരമാണ്. cannot say that I am having a steel body. No, there is no steel body. എനിക്ക് പറയുവാൻ കഴിയുകയല്ല എന്റെ ശരീരം സ്റ്റീൽ ബോഡി ആണെന്ന്. അങ്ങനെയൊന്നുമില്ല. So there is nothing called a steel body. അങ്ങനെ സ്റ്റീൽ ബോഡി എന്ന് പറയുന്ന കാര്യമില്ല. So we are humans where we are suffering due to various conditions, various reasons. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ മനുഷ്യ പ്രകൃതമായതുകൊണ്ട് പല കാരണങ്ങളാൽ പല വിഷയങ്ങളാൽ നാം കഷ്ടങ്ങളിലൂടെ But കടന്നു. there is one more suffering. പക്ഷെ ഒരു കഷ്ടങ്ങൾ കൊണ്ട്, That suffering is because you are a Christian. നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടുള്ള കഷ്ടം. Because you are a follower of Jesus. നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായിയായതുകൊണ്ട്, Because you are a disciple of Jesus. നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യനായതുകൊണ്ട്. So that is what we have to understand, both these things. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വ്യക്തമായി And മനസ്സിലാക്കാം. don't get confused with any of this. ഈ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഒരിക്കലും കൺഫ്യൂസ് But ആകത്തില്ല. let us be thankful to God നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. that He never allowed us to be consumed. ഒരിക്കലും നമ്മൾ തീർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. പോകാൻ സമ്മതിച്ചില്ല. മുടിഞ്ഞു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. മുടിഞ്ഞു പോകാൻ, yes, that is the right word. മുടിഞ്ഞു പോകാൻ is never allowed us. ഒരിക്കലും നമ്മൾ മുടിഞ്ഞു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. We have undergone pain and we are undergoing pain. നമ്മൾ വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്, വേദനയിലൂടെ We കടന്നു may have sickness, we may have some disabilities. നമുക്ക് രോഗങ്ങൾ ഉണ്ടാകും, ചില ഡിസബിലിറ്റീസ് It is ഉണ്ടാകും. because of our human nature. അതൊക്കെ നമ്മുടെ മനുഷ്യ പ്രകൃതം കൊണ്ടാണ്. But our God is faithful. പക്ഷെ നമ്മുടെ ദൈവം Our വിശ്വസ്തനാണ്. God can help us and deliver us anytime. നമ്മുടെ ദൈവം നമുക്ക് സഹായനായി നമുക്ക് വിടുവിക്കുവാൻ ഏത് Even in the സമയത്തും. moment of pain and despair, He can give His grace and He can deliver us. ദൈവം നമ്മുടെ വേദനയുടെ നടുവിലും നിരാശയുടെ നടുവിലും നമുക്ക് വിടുവിക്കുവാൻ ദൈവം നമ്മളോട് കൂടെയുണ്ട്. Never lose hope. ഒരിക്കലും പ്രത്യാശ Never stop your prayer. ഒരിക്കലും പ്രാർത്ഥന നിർത്തി. If you have your pain in your body, നമ്മുടെ ശരീരത്തിൽ നാം വേദന അനുഭവിക്കും, you can pray നമുക്ക് and പ്രാർത്ഥിക്കാം. God will deliver us. ദൈവം നമ്മളെ He വിടുവിക്കും. will heal us. ദൈവം നമ്മളെ സൗഖ്യമാക്കും. So that is our humanity sufferings that we have. അതാണ് നമ്മുടെ മനുഷ്യപ്രകൃതമായ കഷ്ടതകൾ നമുക്കുള്ളത്. But there is a suffering because you are a Christian. പക്ഷേ ക്രിസ്ത്യാനിയായതുകൊണ്ട് ഒരു കഷ്ടത നിങ്ങൾക്കുണ്ട്. That is because of others hating you. അത് കാരണം മറ്റുള്ളവർ നിങ്ങളെ പഴിക്കുന്നത് കൊണ്ട്, Others devising plans against you. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പല പദ്ധതികളും നിങ്ങൾക്ക് എതിരായി ഒരുക്കുമ്പോഴാണ്. Forces, they are against you. നിങ്ങൾക്ക് എതിരായിട്ടുള്ള ശക്തികളാണ്. I always remember that verse in Isaiah. യെശയ്യാവിലുള്ള വാക്യം ഞാൻ എപ്പോഴും ഓർക്കും. No weapons formed against you shall prosper. നിങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. And Dr. Ron Charles spoke about this. ഡോക്ടർ റോൺ ചാൾസ് ഇതിനെ കുറിച്ച് പറഞ്ഞു. He gave the explanation about what that meant at that time. ആ സമയത്ത് അതിനെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വളരെ വിശദീകരിക്കുവാൻ ഇടയായി തീർന്നു. When Judah was attacked by the enemies, യഹൂദ തന്റെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ, when the enemies came, ശത്രുക്കൾ അവർ നേരെ കടന്നു വന്നപ്പോൾ, they were wanting to attack, but these people they were inside, they were completely covered and they were inside, but the enemy was trying to destroy. ഇവരെ ആക്രമിക്കണമായിരുന്നു, പക്ഷെ ഇവരൊക്കെയും അകത്ത് അങ്ങനെ ആയിരിക്കുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നാണ് അവർ ശത്രു ആഗ്രഹിച്ചത്. So they were having very fortified walls where they were safe. വളരെ ഉയർന്ന 45 ഫീറ്റുള്ള മതിലുകൾ അവർ 45, yeah, what means
ആ കോട്ട പോലുള്ള മതിലുകൾ അവർക്ക് അവരുടെ പട്ടണത്തിന് ചുറ്റും അവർക്ക് സുരക്ഷിതമായി ഉണ്ടായിരുന്നു. At that time, the enemies they devised new weapons. ആ സമയത്ത് അവരുടെ ശത്രുക്കൾ അവരെതിരായി പുതുതായുള്ള ആയുധങ്ങൾ അവർ ഉണ്ടാക്കി. Maybe in our time we started to hear about cannons and all, where cannons were used to attack. At that time, they made similar kind of, and that was a evolution or the creation of the future cannons. നമ്മൾ ഇന്ന് ഈ കാലത്ത് കാനൻസിനെ കുറിച്ചൊക്കെയും പറയുമ്പോൾ അന്ന് ആ സമയത്ത് അവരുടെ അങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള കാനൻസ് ഒക്കെയും ഉണ്ടാക്കി അങ്ങനെ ആക്രമിക്കുന്ന So they രീതിയാണ് made കാണപ്പെടുന്നത്. tall towers, and from there they used to start. They started to create that. That was a new invention. അവർ ഉയർന്ന തരത്തിലുള്ള കോട്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ആക്രമിക്കണമെന്ന് ഒരു പുതിയ തരം കണ്ടുപിടുത്തമാണ് അവർ ചെയ്തത്. So I and you may not know what is the reality, but I can understand. No weapons formed against you shall prosper. ഞാനും നിങ്ങൾക്കും അതിന്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ അതിന്റെ ശരിയായ രീതിയിൽ അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു നമുക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ബലിക്കുകയില്ല. Maybe some new devices can come for attacking you, ഒരുപക്ഷെ ചില പുതിയ ആയുധങ്ങൾ നമ്മളെ നശിപ്പിച്ച് അറ്റാക്ക് ചെയ്യുവാൻ because നമ്മുടെ നേരെ it might കടന്നു have not been succeeded to attack you in various ways, various methods that were used. പല രീതിയിൽ പലതരത്തിൽ നമ്മളെ ആക്രമിക്കുവാൻ ശ്രമിച്ചപ്പോഴും ഒരുപക്ഷെ അതൊന്നും വിജയം കണ്ടിട്ടില്ല. You may be a good Christian. നമ്മളൊരു നല്ല You ക്രിസ്ത്യാനിയായിരിക്കും. may be having victory over many areas. അനേക വിഷയങ്ങൾക്ക് നമുക്ക് ജയകരമായ But കാര്യം. Satan is trying to devise a new scheme. പക്ഷേ സാത്താൻ നമുക്കെതിരായ ഒരു പുതിയ പദ്ധതി ഒരുക്കുവാൻ That scheme will not prosper. ആ ഒരു പദ്ധതി നടത്തപ്പെടുകയില്ല. God will deliver us. ദൈവം നമ്മളെ വിടുവിക്കും. So that is why we have to know the truth of the word of God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം നാം അറിയേണ്ടത്. Nothing will touch us. ഒന്നും നമ്മളെ തൊടുകയില്ല. At the same time, പക്ഷെ അതോടൊപ്പം we have sufferings because of our we have Christians. നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമുക്ക് കഷ്ടങ്ങളുണ്ട്. That is what we have to also remember. അതുകൂടിയാണ് നാം ഓർക്കേണ്ടത്. And there also what he will do. അവിടെയും നാം എന്താണ് ചെയ്യേണ്ടത്? What God is saying, ദൈവം എന്താണ് പറയുന്നത്? you are blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. You are blessed. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. Because you are suffering for my sake. നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ നിമിത്തം കഷ്ടം You അനുഭവിക്കുന്നു. are suffering because of my commandments that you are obeying. നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് മൂലം കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട്. So this is what this passage is trying to bring us into. ഇതാണ് ഈ ഒരു പാസേജ് നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. And when we talk about the four things, as I said, a faithful Christian, 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ, ഒന്ന് വിശ്വസ്തനായ ക്രിസ്ത്യാനി, then enduring Christian till the end, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനി, fearless Christian, ഭയമില്ലാത്ത ഒരു ക്രിസ്ത്യാനി, and a hopeful Christian. പ്രത്യാശയുള്ള ഒരു ക്രിസ്ത്യാനി. So how you have to be faithful? എങ്ങനെയാണ് നിങ്ങൾ So വിശ്വസ്തരായത്? this is what we have to know. ഈ കാര്യമാണ് നാം അറിയേണ്ടത്. So again, when we have understood that what this verse means, so let us now see how should we live faithfully. ഈ വചനം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വിശ്വസ്തയോടെ നിൽക്കേണ്ടത്? So our faithfulness is towards God. നമ്മുടെ വിശ്വസ്ത എന്ന് പറഞ്ഞത് ദൈവത്തോടെയാണ്. God is faithful. ദൈവം വിശ്വസ്തനാണ്. I have to be faithful to God. നാം ദൈവത്തിന് വിശ്വസ്തരായിരിക്കണം. And that is what we can see from the word of God. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ If we കഴിയുന്നത്. take the examples of Paul and Peter itself, പൗലോസിന്റെയും പത്രോസിന്റെയും ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ, even though they were subjected to so much troubles, അവർ അനേകം കഷ്ടങ്ങൾക്ക് അവർ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ Paul was explaining to the people about the sufferings that he went through. തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കഷ്ടതയുടെ പട്ടിക പൗലോസ് വിവരിക്കുന്നത്. Many times he was beaten. അനേകം പ്രാവശ്യം അടികൊണ്ടു. Many times he was left half dead. അനേകം പ്രാവശ്യം അർദ്ധപ്രാണനായി താനായിരുന്നു. Many a times he was shipwrecked. അനേകം പ്രാവശ്യം കപ്പൽ ഛേദത്തിലാകപ്പെട്ടു. Many times he was in famine. അനേകം പ്രാവശ്യം താൻ ഫാമിനിലായിരുന്നു. Many times he was subjected to without food. അനേകം പ്രാവശ്യം Not fasting, but without food. ഫാസ്റ്റിംഗ് അല്ലാതെ താൻ വിശപ്പിന്റെ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിലൂടെ In കടന്നു. some portions he says that there were troubles within and troubles outside. ചില സമയങ്ങളിലൊക്കെയും തനിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. But yet he says that the God delivered me from everything. പക്ഷെ അതിലൊക്കെയും നടുവിൽ ദൈവം പറയുന്നു, ദൈവം ഇതിന്റെ നടുവിലൊക്കെയും എന്നെ വിടുവിച്ചു. Do not forget the young people, Shadrach, Meshach and Abednego. ചെറുപ്പക്കാരായ ബാലന്മാരെ നിങ്ങൾ മറക്കരുത്. ശദ്രക്, മേശക്, അബേദ്നെഗോവും. What is their faithfulness? അവരെന്താണ് അവരുടെ വിശ്വസ്തത? Because they were subjected to a real challenge. അവരൊരു യഥാർത്ഥമായ വെല്ലുവിളി അവർ മുൻപാകെ കടന്നു വന്നു. They were already in a position where now they can settle their life in this Babylonian empire. അവർ അന്നുണ്ടായിരുന്ന സ്ഥാനം എന്ന് പറയുന്നത് ബാബിലോണിയ ജീവിതത്തിൽ അവർക്ക് അവരുടെ ജീവിതം സെറ്റിൽ ആകാമായിരുന്നു.
So during that time, ആ സമയത്തും they were having a challenge. അവർക്കൊരു വെല്ലുവിളി കടന്നു വന്നു. All the people were called. എല്ലാ ആൾക്കാരെയും വിളിച്ചു. All the administrators and the satraps were called. എല്ലാ ഭരണത്തിലുള്ള അധികാരത്തിലുള്ള എല്ലാ ആൾക്കാരെയും All വിളിച്ചു. the well-wishers, the big people of the king were called. എന്നുള്ള രാജാവിന്റെ ഉയർന്ന നിലകളുള്ള എല്ലാ വ്യക്തികളെയും വിളിച്ചു. Now there's a challenge for them. അവർക്ക് പോലും ഒരു വെല്ലുവിളിയുണ്ട്. Among the people, ആ ആൾക്കാരുടെ നടുവിൽ they can be well known. അവർ They അറിയപ്പെട്ടവരായി, can be well respected. അവർ എല്ലാവരും They ബഹുമാനിക്കപ്പെടുന്നവരായി, are in the elite group. അവർ ഉയർന്ന മുതിർന്ന ഗ്രൂപ്പിലുള്ള It's not ആൾക്കാർ, the common people. അവർ സാധാരണ വ്യക്തി ജീവിതം. Because the king called the administrators, the satraps, specific people. ആ രാജാവ് തന്റെ അധികാരത്തിലുള്ള ആൾക്കാരെ സ്പെസിഫിക് ആയിട്ട് അവരുള്ള വിളിച്ചു. And then, അതിനുശേഷം in the midst of all that congregation, ആ സമൂഹത്തിന് നടുവിൽ at the sound, ആ ശബ്ദത്തിങ്കൽ everybody will bow before the image that is made. ആ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തിന് മുൻപാകെ എല്ലാരും You വണങ്ങും. can just visualize. നിങ്ങൾക്കൊന്ന് അതിനെ സങ്കല്പിച്ചു Just നോക്കാം. have a picture. അതിനെ സങ്കല്പിച്ചു നോക്കാം. All the top elite groups are standing. അന്നുണ്ട എല്ലാ മുതിർന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും Now, when they are bowing before the image, ആ ബിംബത്തിന് മുൻപാകെ അവർ വണങ്ങി നമസ്കരിക്കുമ്പോൾ what will happen? എന്താണ് സംഭവിക്കുന്നത്? Anybody from any corner ഏത് കോണിൽ നിന്നും can see കാണുവാൻ കഴിയും. 3 people who have not bowed. 3 ആൾക്കാർ വണങ്ങി നമസ്കരിക്കാത്ത 3 ആൾക്കാർ. So it is about a strong decision that they took. അവരുടെ ജീവിതത്തിൽ അവരെടുത്ത ഒരു ശക്തമായ ഒരു തീരുമാനമാണ്. They know that it can be visible from any corner. അവർക്കറിയാമായിരുന്നു ഏത് കോണിൽ നിന്ന് നോക്കുവാണെങ്കിലും അവരെ കാണുവാൻ That is കഴിയും. why the king was furious. അതുകൊണ്ടാണ് രാജാവിന്റെ കോപം ജ്വലിച്ചത്. And he made his decision very clear. അതുകൊണ്ടാണ് തന്റെ തീരുമാനം ഒന്നുകൂടെ വളരെ വ്യക്തമാക്കിയത്. Before commanding his judgment, he gave one more chance. If by any chance there is a mistake that these people have not bowed. തന്റെ ന്യായവിധി തീർപ്പാക്കുന്നതിന് മുൻപ് ഒരു അവസരം കൂടി കൊടുത്തു. എന്തെങ്കിലും തെറ്റായ രീതിയിൽ എന്തെങ്കിലും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവർ വണങ്ങി And they നമസ്കരിക്കുന്നത്. were specifically asked അവർ വ്യക്തമായി ഇവരോട് പിന്നെയും ചോദിച്ചു, again പിന്നെയും to bow, നമസ്കരിക്കുക. and they stood the same. പക്ഷെ അവരങ്ങനെ തന്നെ നിന്നു. So imagine, ഒന്ന് ചിന്തിച്ചു നോക്കുക. they have got positions. അവർക്ക് സ്ഥാനങ്ങളൊക്കെയും അവിടെ ലഭിച്ചു. How? എങ്ങനെ? By the grace of God. ദൈവത്തിന്റെ കൃപയാൽ. When they came to this Babylonian empire, ഈ ബാബിലോണിലേക്ക് അവർ കടന്നു വന്നപ്പോൾ they took decisions in their life. അവരുടെ ജീവിതത്തിൽ അവർ തീരുമാനങ്ങൾ എടുത്തു. And God raised them up. ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. God raised Daniel. ദൈവം ദാനിയേലിനെ ഉയർത്തി. God raised his friends. തന്റെ സ്നേഹിതന്മാരെ And ദൈവം along with Daniel, അവർ ദാനിയേലോടൊപ്പം they were also respected. അവരും ബഹുമാനിക്കപ്പെട്ടു. They also got some duties and jobs and positions. അവർക്കും ചില സ്ഥാനങ്ങൾ ചില ജോലികളൊക്കെയും അവർക്കും ലഭിച്ചു. They did not forget God. പക്ഷേ അവർ ദൈവത്തെ മറന്നില്ല. That is called faithfulness. അതാണ് വിശ്വസ്തത എന്ന് Do പറയുന്നത്. not forget God. ഒരിക്കലും ദൈവത്തെ മറന്നു പോകരുത്. Even before taking the choice of not bowing before the image, ആ ബിംബത്തിന് മുൻപാകെ വണങ്ങി നമസ്കരിക്കത്തില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപും what was the main thing that they had? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രധാന കാര്യം എന്താണ്? Faithfulness. വിശ്വസ്തത. Praise the Lord. Praise the Lord. What we will be studying is 2 things. നമ്മൾ എന്താണ് പഠിക്കുന്നത്? 2 കാര്യങ്ങൾ. I don't think we will be able to finish anything here. We will continue this subject. ഇന്ന് കൊണ്ട് തീർക്കുവാൻ കഴിയുമോ എന്ന് അറിയത്തില്ല. നമ്മൾ ഇതിനെ തുടർമാനമായിട്ട് പഠിക്കും. 2 things we have to take away. 2 കാര്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് പോകണം. We should have a clear perspective of life. നമ്മൾ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. Number 2, രണ്ടാമത്തെ കാര്യം, what are you going to pursue for? നാം എന്തിനെയാണ് പിന്തുടരുവാൻ പോകുന്നത്? Because the question is ഇവിടെയുള്ള ചോദ്യം, that if you are in Christ, if you are doing good, who will harm you? നമ്മൾ ചോദ്യം ഇതാണ്, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നന്മ ചെയ്യുന്നുവെങ്കിൽ ആര് നിങ്ങൾക്ക് ദോഷം ചെയ്യും? Which means first is having a clear perspective of life as a Christian. ഒന്നാമത്തെ കാര്യം, ഒരു ക്രിസ്ത്യാനിയായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തമായ So കാഴ്ചപ്പാട്, that you should be clear. അത് വളരെ And വ്യക്തമായിരിക്കും. that is what the first introduction was, to make that clear. ആ ഒന്നാമത്തെ ആ ഇൻട്രൊഡക്ഷൻ തന്നെ അത് വ്യക്തമാക്കി തരാനാണ്. And the servants of God are inspiration for us through the scriptures, that how we can be inspired to have a clear perspective. ദൈവത്തിന്റെ ദാസന്മാർ അത് നമുക്ക് പ്രചോദനമാക്കി തരുന്നു, എങ്ങനെ നമുക്ക് കർത്താവിന് വേണ്ടി ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കുവാൻ കഴിയും. And that perspective should be very clear. ആ കാഴ്ചപ്പാട് നമുക്ക് വളരെ വ്യക്തമായിരിക്കണം. And then what do you pursue for? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്തിനെയാണ് പിന്തുടരുന്നത്? It means അതിന്റെ അർത്ഥം, when we say, okay, you will not have any harm. നമ്മൾ പറയുന്നു നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. So what? അതുകൊണ്ട് എന്ത്? What are you going to pursue for? എന്തിനെയാണ് പിന്തുടരുവാൻ പോകുന്നത്? Are you going to sit back and say that I will now wait
in a way that there is never going to be harm. But if any harm comes, what is that you will pursue for? നിങ്ങൾ ഇരുന്നു കൊണ്ട് ഒരു ദോഷവും എനിക്ക് വരത്തില്ല എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ദോഷം വരുമ്പോൾ നിങ്ങൾ എന്തിനെയാണ് പിന്തുടരുവാൻ പോകുന്നത്? What are you going to pursue for? എന്തിനെയാണ് പിന്തുടരുവാൻ പോകുന്നത്? I will continue to do good. ഞാൻ നന്മ ചെയ്യുന്നത് തന്നെ പിന്തുടരും. I will continue to be faithful to my God. ആ ദൈവത്തിന് വിശ്വസ്തനായി നിൽക്കുന്നത് ഞാൻ പിന്തുടരും. If I'm not going to get any benefits of what I've done, ഞാൻ ചെയ്തതിനൊക്കെയും ഒരു പ്രതിഫലവും എനിക്ക് ലഭിച്ചില്ല എങ്കിലും I will never say stop. ഒരിക്കലും ഞാൻ പറയത്തില്ല നിർത്തുക എന്ന്. So these are the two things that we have to get clear. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിരിക്കണം. Having a clear perspective of what is Christian living. എന്താണ് ക്രിസ്തീയ ജീവിതം എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട്. Being very clear in our life. അതിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിരിക്കണം. Not only now. അത് ഇത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല. That perspective should be remaining till our end. ആ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ Number two. ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, What are you going to pursue? നാം എന്തിനെയാണ് പിന്തുടരുവാൻ പോകുന്നത്? That is why all the things that is written in the scripture. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. Not only that, അത് മാത്രമല്ല, don't lose focus of Christ. ക്രിസ്തുവിന്റെ ഉള്ള ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെട്ടു So പോകരുത്. Christ itself is our great inspiration. ആ ക്രിസ്തു തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രചോദനമായി നിൽക്കുന്നു. And that is why I will pursue. അതുകൊണ്ടാണ് ഞാൻ പിന്തുടരുന്നത്. I will pursue for doing good. നന്മ ചെയ്യുന്നത് ഞാൻ പിന്തുടരും. So this is what we will conclude with. ഈ രാത്രികാലം ഇതിനെയാണ് But before we go, പക്ഷേ ഈ രാത്രികാലം I was talking about the faithfulness. വിശ്വസ്തതയെ കുറിച്ച് പറഞ്ഞു. Be faithful to God. ദൈവത്തിന് വിശ്വസ്തരായിരിക്കുക. So that is what we talked about these three young people. അതാണ് നാം ഈ മൂന്ന് ബാലന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. Number one, what they had. അവർക്ക് എന്താണ് ഉണ്ടായിരുന്നത്? They were faithful to God. അവർ ദൈവത്തിന് വിശ്വസ്തരായി. What is the meaning of that? അതിന്റെ അർത്ഥം എന്താണ്? Never forget God. ഒരിക്കലും ദൈവത്തെ മറന്നു പോകരുത്. Whatever situation you may be. ഏത് സാഹചര്യങ്ങളുടെ നടുവിലായാലും. You might be in the greatest of the positions in your life. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലായിരിക്കും. You may have been all the good things of the life that you will never have any suffering, yet never forget God. ഈ ലോകത്തിൽ ഒരു വിധത്തിലും കഷ്ടതയില്ലാത്ത ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ദൈവത്തെ മറന്നു പോകരുത്. Because they were in a situation where അവരായിരുന്ന ആ സാഹചര്യം അന്ന് they could enjoy the grace of God. ദൈവത്തിന്റെ കൃപ അവർക്ക് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു. Out of nowhere they were chosen to be the special people in the kingdom. ആ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് അന്നുള്ള ആ രാജ്യത്തിൽ അവര് ആ സ്പെഷ്യൽ ആൾക്കാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. They were very happy. അവർ വളരെ സന്തോഷമുള്ളവരായിരുന്നു. They were known people. അവരൊക്കെയും അറിയപ്പെട്ടവരായിരുന്നു. But then suddenly what happened? പക്ഷെ വളരെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? The challenge came. അവർ വെല്ലുവിളി കടന്നു വന്നു. That challenge was maybe easily manageable. ആ ഒരു കടന്നു വന്ന വെല്ലുവിളി അവർക്ക് ഒരു പക്ഷേ വളരെ എളുപ്പമായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ കഴിയുമായിരുന്നു. And this is a question for all of us. ഈ ഒരു ചോദ്യമാണ് നമുക്കും ഉണ്ടാകുന്നത്. Just bend. ഒന്ന് കുനിയുക. Just once. ഒരു പ്രാവശ്യം. That is what Jesus was tempted by Satan. അതാണ് അങ്ങനെയാണ് യേശു കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത്. What did Satan do? എന്താണ് പിശാച് ചെയ്തത്? He showed the entire place and say that all this I can give you if you bow down. ഈ ലോകത്തിന്റെ സകല മഹത്വവും കാണിച്ച് നീ എന്നെ വണങ്ങി നമസ്കരിച്ച ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. These are the challenges we face day by day. ഇതാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ. There are some things that we see. നമുക്ക് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ. Some things that Satan brings. ചില സാത്താൻ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ. And we may misjudge it by thinking that it is brought by Jesus and God. നമ്മൾ അതിനെ തെറ്റായി അതിനെ ന്യായീകരിച്ചുകൊണ്ട് യേശു കർത്താവാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നാം ചിന്തിക്കും. Satire means we have misjudged it. We have not understood that it was a trap for us, but we think that is a blessing from God. നമ്മളെ അതിനെ തെറ്റായി മനസ്സിലാക്കി നമ്മളൊരു ചതിയിൽ അകപ്പെടുന്നു. നമുക്ക് കൊണ്ടുവന്ന അനുഗ്രഹങ്ങളാണെന്ന് ചിന്തിച്ചു. That is where we have to say that I will not bow. അവിടെയാണ് നാം പറയേണ്ടത്, ഞാൻ വണങ്ങി നമസ്കരിക്കത്തില്ല. I will not give in. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. I will stand for the Lord. ഞാൻ ദൈവത്തിന് വേണ്ടി So നിൽക്കും. this is the same challenge these young people had. ഈ ഒരു വെല്ലുവിളിയാണ് ഈ മൂന്ന് ബാലന്മാർക്കും ഉണ്ടായിരുന്നത്. That is called faithfulness. അതാണ് വിശ്വസ്തത എന്ന് They പറയുന്നത്. were faithful to God. അവർ ദൈവത്തിന് വിശ്വസ്തരായിരുന്നു. They never thought about, okay, what is the problem to just bend? അവരൊരിക്കലും ചിന്തിച്ചില്ല ഒന്ന് ഗുനിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? This is just an image. ഇതൊരു രൂപം. It does not have any life. ഒരു ജീവനില്ലാത്തൊരു They രൂപമല്ല. can say all this good
good words. ഇതൊക്കെ നല്ല വാക്കുകളൊക്കെ അവർക്ക് പറയാം. They can say everything to justify. അവരെ ന്യായീകരിക്കുവാൻ എല്ലാ കാര്യങ്ങളും പറയാം. I don't believe this idol. ഈ ഒരു ബിംബത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. There is nothing in this life, in this idol. ഈ ബിംബത്തിൽ യാതൊരു കാര്യവുമില്ല. If I bend also, there is nothing in this. ഞാനൊന്ന് കുനിയുകയാണെങ്കിലും ഇതിലൊന്നും ഒരു കാര്യമില്ല. I believe in God, Jehovah. ഞാൻ യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. They can say that. അവർക്കൊക്കെ ഇതൊക്കെയും പറയാമായിരുന്നു. No. അതങ്ങനെയല്ല. They said that we will not bow before this image. അവര് പറഞ്ഞു, നിങ്ങൾ ഈ ബിംബത്തിന് മുൻപാകെ മടങ്ങി നമസ്കരിക്കുക. The king was furious. രാജാവിന്റെ കോപം ജ്വലിച്ചു. And what happened? എന്ത് സംഭവിച്ചു? Let's read that. Daniel chapter 3. ദാനിയേൽ 3-ാം അധ്യായം Verse 17 and 18. അതിന്റെ 17-18 വാക്യങ്ങൾ. Because I know we all know this verse by heart. We pray, we talk about it. But tonight, we are talking about faithfulness to God. So it's very important for us to know what was the decision and what inspired them and how they remained faithful. നമുക്ക് ഈ വാക്യങ്ങളൊക്കെയും കാണാതെ അറിയാവുന്നുവെങ്കിലും ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. അവരെങ്ങനെയാണ് ദൈവത്തിന് വിശ്വസ്തരായി അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ ഇടയായി തീർന്നത്. So this is what Peter says. ഇതാണ് പത്രോസും പറയുന്നത്. Nothing will harm us. ഒന്നും ദോഷം ചെയ്യുകയില്ല. This is what we believe. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. Nothing will harm us. ഒന്നും നമുക്ക് ദോഷം ചെയ്യില്ല. This is what these young people said. ഇതാണ് ഈ യൗവനക്കാരൻ പറഞ്ഞത്. Nothing will harm us. ഒന്നും നമുക്ക് ദോഷം ചെയ്യില്ല. Even if we are put in the furnace of fire, ആ തീച്ചുളുടെ നടുവിൽ ഞങ്ങൾ ഇടപെട്ടാലും we will not be burned. ഞങ്ങൾ വെന്തു പോകുകയില്ല. Nothing will harm us. ഞങ്ങളെ ഒന്നും ദോഷം വരുത്തുകയില്ല. So there is no change in our language. നമ്മുടെ ഭാഷയിൽ ഒരു വ്യത്യാസവുമില്ല. There is no change in our songs. നമ്മുടെ പാട്ടിൽ ഒരു വ്യത്യാസവുമില്ല. But never go after singing the song saying that all these are just like that. No. പക്ഷേ ഈ പാട്ട് പാടിയതിനു ശേഷം ഇതൊക്കെയും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകരുത്. Never say that. അതൊരിക്കലും പറയരുത്. We sing by faith നമ്മൾ വിശ്വാസത്താൽ പാടുന്നു. because we believe. കാരണം നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. Maybe you may not have that full faith. ഒരു പക്ഷേ ആ പൂർണ്ണ വിശ്വാസം ഇല്ലായിരിക്കും. But don't close your mouth. പക്ഷെ ഒരിക്കലും വായി മൂടരുത്. I do that. ഞാൻ അങ്ങനെ ചെയ്യുന്നു. When I sing, ഞാൻ പറയുമ്പോൾ ഞാൻ പാടുമ്പോൾ, when I say or when I speak, ഞാൻ പറയുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ, when I pray, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, I know that God, I'm not faithful in certain things. എനിക്കറിയാം ചില കാര്യങ്ങൾ ഞാൻ വിശ്വസ്തനായിരുന്നില്ല. But I know it is true. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന സത്യം. I will sing with my whole force. ആ പൂർണ്ണ ശക്തിയോടുകൂടെ I will sing with my all joy. ആ പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ പാടും. It might have not been fulfilled in my life, ഒരു പക്ഷേ അതിന്റെ ജീവിതത്തിൽ but നിവൃത്തിയായിരിക്കും. I know it is going to be true in my life. പക്ഷെ അതൊക്കെ സത്യമാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. So no harm will touch us. ഒരു ദോഷവും നമ്മളെ തൊടത്തില്ല. I will be free from every pain. എല്ലാ വേദനയിൽ നിന്നും ഞാൻ പൂർണ്ണമായി I will വിടുവിക്കപ്പെടും. be free from every sickness. എല്ലാ രോഗങ്ങളും ഞാൻ പൂർണ്ണമായി I വിടുവിക്കപ്പെടും. believe that. ഞാൻ You വിശ്വസിക്കുന്നു. also believe that. നിങ്ങളും അതിനെ So when വിശ്വസിക്കുന്നു. you sing നമ്മൾ that പാടുമ്പോൾ God is our healer, ദൈവം നമ്മുടെ സൗഖ്യദായകൻ. when you sing, നമ്മൾ പാടുമ്പോൾ no sickness can touch us. രോഗം എന്നെ തൊടത്തില്ല. You sing with your full heart. ആ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിങ്ങൾ പാടുക. Never doubt. ഒരിക്കലും It might സംശയിക്കരുത്. have never been fulfilled in your life. ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ That നിവർത്തിക്കപ്പെട്ടിട്ടില്ല. you are thinking. അങ്ങനെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു. But we know that God has been healing us for every time, even now. നമുക്കറിയാം ദൈവം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മളെ സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു. That is why I will sing with praises. അതുകൊണ്ടാണ് നാം That സന്തോഷസ്തുതിയോടെ is why I will sing with joy. അതുകൊണ്ടാണ് സന്തോഷത്തോടെ പാടുന്നത്. Never have any doubt in your mind. ഒരിക്കലും നമ്മുടെ മനസ്സിലൊരു സംശയം When we ഉണ്ടാകരുത്. sing that, Lord Jesus, you come soon. കർത്താവേ നീ വേഗം വരണമേ എന്ന് പാടുമ്പോൾ When we sing, we should sing with joy. നമ്മൾ സന്തോഷത്തോടുകൂടെ അതിനെ പാടണം. But after the song, do not have any discouragement in your heart. പക്ഷേ അതിനുശേഷം ആ പാടിയതിനു ശേഷം ഒരിക്കലും ഒരു നിരാശ നമ്മുടെ Do ജീവിതത്തിൽ not കടന്നുവരരുത്. think that this is all falsehood by Christians. ഒരിക്കലും ഒരു ക്രിസ്ത്യാനിത്തിലുള്ള കള്ളമായ കാര്യങ്ങൾ Oh, we have the people of God, the saints of God in the scripture. നമുക്കൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റേതായ മക്കളുണ്ട്, ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. And we have Jesus in ahead of us. നമുക്ക് മുൻപാകെ യേശു കർത്താവുണ്ട്. He set an example for us യേശു കർത്താവ് നമുക്കൊരു മാതൃക that we നിശ്ചയിച്ചു. should follow. നമ്മൾ അതിനെ പിന്തുടരണം. And if they have succeeded, അവർ അതിൽ വിജയകരമായെങ്കിൽ, because they have succeeded, അവർ വിജയകരമായിരുന്നു, because it is succeeded, അതിൽ വിജയകരമായിരുന്നു
പറയുന്നത് കേട്ടു. Because that is the true and living way. അതാണ് ജീവനുള്ള സത്യം. I will follow. ഞാൻ അതിനെ പിന്തുടരും. I will follow. ഞാൻ അതിനെ പിന്തുടരും. I will be a follower of Jesus. ഞാൻ യേശു കർത്താവിന്റെ ഒരു അനുയായി. I am ready to take my cross and follow him. എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ. This is my faithfulness. ഇതാണ് എന്റെ വിശ്വസ്തത. That is why these three boys said, അതാണ് ഈ മൂന്ന് ബാലന്മാർ പറയുന്നത്. our God can deliver from any furnace. എന്റെ ദൈവം ഞങ്ങൾ ഏത് തീച്ചുള്ള നടുവിൽ ഞങ്ങളെ വിടുവിക്കും. That is their position. അവർ ആ സ്ഥാനം അതായി. That should be our position. നമ്മുടെ സ്ഥാനവും അതായിരിക്കും. Never have any doubt. ഒരിക്കലും ഒരു സംശയം Their ഉണ്ടാകരുത്. faithfulness came before the furnace. ആ തീച്ചുളയുടെ മുൻപാകെ അവർ അതിനു മുൻപേ വിശ്വസ്തത അവർ Because when the call was made, അവരുടെ ജീവിതത്തിൽ ആ വിളി വന്നപ്പോ, when the announcement was made, ആ അനൗൺസ്മെന്റ് അവർ കടന്നു വന്നപ്പോ, when they were knowing that what is going to happen, എന്ത് സംഭവിക്കുവാൻ പോകുമെന്ന് അവർ they അറിയുന്നു. sanctified themselves. അവർ തന്നെ തങ്ങളെ തന്നെ They വിശുദ്ധീകരിച്ചു. sanctified Christ in their hearts is what the word of God says in Peter. ആ പത്രോസിൽ പറയുന്നത് പോലെ അവരുടെ ഹൃദയങ്ങൾ അവരുടെ കർത്താവിനെ വിശുദ്ധീകരിച്ചു. We'll speak about that more. അതിനെക്കുറിച്ച് അധികമായി സംസാരിക്കാം. So, before that itself, അതിന്റെ മുൻപ് തന്നെ they made themselves sanctified. അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. Kept God in their heart. അവരുടെ ഹൃദയങ്ങൾ ദൈവത്തെ വെച്ചു. They were faithful. അവർ വിശ്വസ്തരായിരുന്നു. Never knowing what is going to happen. എന്ത് സംഭവിക്കാൻ പോകുമെന്ന് അവർക്ക് അറിയുന്നില്ല. One thing they know, പക്ഷെ ഒരു കാര്യം അവർക്കറിയാം, that we are the people of God. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. We will never disobey God. ഒരിക്കലും നാം നിങ്ങൾ ദൈവത്തിനോട് അനുസരണക്കേട് Because കാണിക്കില്ല. God said, ഇത് കാരണം ദൈവം do പറഞ്ഞു, not bow before idols. കുടുംബത്തിന് മുൻപാകെ നിങ്ങൾ Do not have any idols in your life. ഒരു വിഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. Be faithful to God. നിങ്ങൾ ദൈവത്തിന് There is വിശ്വസ്തരായിരിക്കുക. only one and only true living God. അത് ഏറ്റവും ജീവനുള്ള സത്യദൈവത്തിന് മുൻപാകെ. This world is not your God. ഈ ലോകം നിങ്ങളുടെ ദൈവമല്ല. Your job is not your God. നിങ്ങളുടെ ജോലി നിങ്ങളുടെ ദൈവമല്ല. Promotions are not your God. നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ ദൈവമല്ല. Your money is not your God. പണം നിങ്ങളുടെ There ദൈവമല്ല. is only one God. ഒരു ദൈവം മാത്രമേ They were ഉള്ളൂ. faithful to that. ആ ജീവനുള്ള ദൈവം. And that's why when the command came, അതുകൊണ്ടായി ആജ്ഞ കടന്നു വന്നപ്പോ it was nothing new for them. അവർക്കൊരു ഒന്നും പുതിയതല്ലായി. Because they were determined in their heart. ഹൃദയങ്ങൾ അവർ തീരുമാനിച്ചു, This is not our part. ഇത് ഞങ്ങളുടെ ഭാഗമല്ല. We are not part of this. ഞങ്ങൾ ഇതിനൊരു ഭാഗമല്ല. Whatever may come, എന്ത് കടന്നു വന്നാലും that is called faithfulness. അതാണ് വിശ്വസ്തത. And when the moment came, ആ സമയം കടന്നു വന്നപ്പോ they could say അവർക്ക് പറയുവാൻ കഴിഞ്ഞത് what they believe. എന്തിൽ വിശ്വസിച്ചിരുന്നു. They could say അവർക്ക് പറയുവാൻ കഴിഞ്ഞു what they know. അവർക്ക് അറിയാവുന്നത്. They could say അവർക്ക് പറയുവാൻ that this is the true word of God. ഇത് സത്യമായ ദൈവത്തിന്റെ വചനം. Although എങ്കിലും they were captives of brought to Babylon. അവർ അടിമകളായി ബാബിലോണിലേക്ക് കടന്നു വന്നു. Although എങ്കിലും there are many people talking, അനേകർ സംസാരിക്കുന്നു, where is your God? എവിടെ നിങ്ങളുടെ ദൈവം? Where is your God who delivered out of Egypt? ആ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച നിങ്ങളുടെ ദൈവം എവിടെ? Where is your God who delivered from the Red Sea? ആ ചെങ്കടലിൽ നിങ്ങളെ വിടുവിച്ച ദൈവം നിങ്ങളുടെ ദൈവം എവിടെ? If God could deliver from Red Sea, ആ ചെങ്കടലിൽ നിന്ന് നിങ്ങളുടെ ദൈവത്തിന് why did he allow the Babylonians to come and destroy Jerusalem? എന്തുകൊണ്ട് ബാബിലോണിയർ കടന്നു വന്ന് യെരൂശലേമിനെ തകർത്ത് കളയുവാൻ ഇടയായി തീർന്നു? They were never wavered. അവർ ഒരിക്കലും ചഞ്ചലപ്പെട്ടില്ല. Are you understanding what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? This is the challenge in our life. നമ്മുടെ ജീവിതത്തിലുള്ള വെല്ലുവിളി ഇതാണ്. God is for you. ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. God is with you. ദൈവം നിങ്ങളോട് God കൂടെ is for us. ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. Even though we may have questions in our life, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചോദ്യമുണ്ടെങ്കിലും you have your whys. നമുക്ക് ബുദ്ധിയുണ്ട്. Why? WHY. നമുക്ക് ചോദ്യമുണ്ട്. You have your questions. നമുക്ക് ചോദ്യങ്ങളുണ്ട്. These young boys, ഈ മൂന്ന് ബാലന്മാർ they have seen it അവരത് കണ്ടു. and they are captives. അവർ അടിമകളായി. They saw the enemies coming. അവരെ ശത്രുക്കൾ കടന്നു വരുന്നവർ They saw the enemies plundering their country. അവരുടെ നഗരത്തെ കവർന്നെടുക്കുന്നവർ കണ്ടു. They saw many people destroyed. അനേകർ നശിപ്പിച്ചു കളയുന്നവർ They കണ്ടു. saw their houses were destroyed. അവരുടെ വീടുകൾ നശിപ്പിക്കപ്പെടുന്നവർ They കണ്ടു. saw the temple that they honored was destroyed. അവരുടെ മഹത്വകരമായ ആലയത്തെ നശിപ്പിച്ചു കളയുന്നവർ കണ്ടു. The temple is supposed to be the place where God dwells. ദൈവം വസിക്കുന്ന ഒരു ആലയമായിരുന്നു. That itself is a question. അത് തന്നെ ഒരു ചോദ്യമായി. All these are stories. ഇതെല്ലാം കഥകളാണ്. These are made by humans. ഇതെല്ലാം മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട. They were the people who were thinkers at that time. അന്നുണ്ടായിരുന്ന ചിന്തകന്മാരാണ് അവരൊക്കെ. My dear children and grown-ups, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, മുതിർന്നവര്, maybe you are thinking that you are wise asking the question. നിങ്ങൾ ഒരു പക്ഷേ ബുദ്ധിമാനായി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവർ. No, അങ്ങനെയല്ല. that is not wisdom. അത് ബുദ്ധിയല്ല. That is foolishness that you are doubting God. അത് മൂഢതയാണ്. നിങ്ങൾ The wisest people in the Bible, ബൈബിൾ പറയുന്ന ബുദ്ധി they always knew God is living. അവർ വിശ്വസിക്കുന്ന ദൈവം ജീവിക്കുന്നു. Praise the Lord. Praise the Lord. Tonight we believe that God is living and powerful. ഈ രാത്രികാലം നമ്മൾ വിശ്വസിക്കുക ദൈവം
ദൈവം ക്ഷമിക്കുന്നു. It ദൈവം is not my സത്യമായി- questions of because my misunderstandings, ഈ നമുക്കുള്ള ചോദ്യങ്ങളൊക്കെയും എന്റെ തെറ്റിദ്ധാരണകളാണ്, because of my foolishness. എന്റെ മൂഢതകളാണ്. These young men knew, ഈ മൂന്ന് they were determined in their heart. They were determined in their heart. ഹൃദയങ്ങളിൽ അവർ തീരുമാനിച്ചു. Even though they were promoted to a position, they know that it was because of God and God only. ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടെങ്കിലും അത് ദൈവത്താൽ മാത്രമായിരുന്നു അവർക്കറിയാമായിരുന്നു. They never forget about God. ദൈവത്തെ ഒരിക്കലും മറന്നു കളയാൻ They did not think that even if God has destroyed our people, there is a way that we can grow. That means there is no God. No, they never have a doubt. ഞങ്ങളുടെ ആളുകൾ നശിക്കപ്പെട്ടുവെങ്കിലും ദൈവത്തിന് അതിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഒരിക്കലും അവർ ദൈവത്തെ സംശയിച്ചില്ല. They never doubted that God does not exist. ദൈവം ഇല്ല എന്നുള്ളൊരു കാര്യം, നിലനിൽക്കുന്ന കാര്യം ദൈവം അവർ They സംശയിച്ചു. never doubted that Jehovah God is the only true God. യഹോവ തന്നെ സത്യ ദൈവമെന്ന് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ സംശയിച്ചില്ല. That is why അതുകൊണ്ട് that verse says. വചനം പറയുന്നു. What did they say? എന്താണ് പറയുന്നത്? If that is the case, Our God we serve what is the case? The king who is mighty in that moment. ഏറ്റവും ശക്തനായിരിക്കുന്ന ആ സമയത്തുണ്ടായ ആ രാജാവ്, That king is now saying that you will be thrown where? In the furnace of fire. ആ രാജാവ് അപ്പോൾ പറയുന്നു, നിങ്ങൾ എരിയുന്ന തീച്ചുളയിലേക്ക് They are ഇടയപ്പെടും. saying what? അവരെന്താണ് പറയുന്നത്? Because before that, what was the question asked? അതിന് മുൻപുണ്ടായിരുന്ന ചോദ്യം, നമ്മളുള്ള ചോദ്യം എന്തായിരുന്നു? Who will read that? That is the question. അതാണ് ചോദ്യം. So all these are very important. ഈ കാര്യങ്ങളൊക്കെയും വളരെ പ്രധാനപ്പെട്ടത്. Who is the God? So these are the challenges that we will face. ഈ വെല്ലുവിളികളാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നത്. Our answer to anybody in this world ഈ ലോകത്തുള്ള എല്ലാവരോടും നമുക്കുണ്ടായിരുന്ന മറുപടി is not remaining quiet. അത് മൗനമായിരിക്കുന്നതല്ല. Our answer to the world, നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ ഉത്തരം, if they say that, why do you believe God? എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ If പറയുന്നു, they say that, is God really true? ദൈവം സത്യമാണെന്ന് അവർ പറയുന്നുവെങ്കിൽ Then you are not saying, no. നമ്മൾ My God is living and the only true God. എന്റെ ദൈവം ജീവിക്കുന്നു, ഈ ദൈവം മാത്രമാണ് സത്യദൈവം. Because that is what they said. അതാണ് അവർ പറഞ്ഞത്. Because the greatest king at that moment, people are considering him as God. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയവനായ രാജാവ്, അന്നുണ്ടായിരുന്ന ജനങ്ങൾ ആ രാജാവിനെ ദൈവമായി കരുതുന്നു. And that king is saying what? ആ രാജാവാണ് പറയുന്നത് എന്ത്? Who can deliver? Which God can deliver Ye- from my hands? എന്റെ കയ്യിൽ നിന്ന് ഏത് ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയും? And that he says, in that case, ആ ഒരു കേസിൽ in that case, ആ ഒരു കേസിൽ what does he say? our God whom we serve Our God, whom we serve, is able to is able to deliver us deliver us the burning fiery furnace, from the burning fiery furnace, and he will deliver us and he will deliver us from your hand, O King. from your hand, O King. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. Very important, we have to note that they are saying very clearly, you are not a God. You are just a king. അവൾ വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അത്യാവശ്യം, നിങ്ങൾ ദൈവമല്ല, നിങ്ങൾ വെറും രാജാവ് മാത്രം. You are talking about your force, and because of that you are asking that who can deliver. You are not a God. അവർ പറയുന്നു, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങൾക്കുള്ള സൈന്യബലം കൊണ്ടാണ്. So നിങ്ങൾ ദൈവമല്ല, നിങ്ങൾ രാജാവ് the മാത്രം. answer is multifold. അതിനുള്ള ഉത്തരം പല തരത്തിലാണ്. The answer is multifold. അതിനുള്ള ഉത്തരം പല It's not multiple ആണ്. a dialogue. അതൊരു വെറും സംഭാഷണം It is മാത്രമല്ല, a very clear decision of faithfulness. വിശ്വസ്തതയുടെ വളരെ വ്യക്തമായ ഒരു ഉത്തരമായിരുന്നു. Our God, എന്റെ ദൈവം, whom ഞങ്ങളുടെ ദൈവം, we, that means what are they saying? ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം. We are having a secular job here, ഞങ്ങൾക്ക് സെക്യുലർ ആയിട്ട് ഒരു ജോലി ഈ ലോകത്തുണ്ട്. serving you and your policies. രാജാവിനെയും രാജാവിന്റെ പോളിസിയും But സേവിക്കുന്നു. who are we? പക്ഷെ ഞങ്ങൾ ആരാണ്? We serve a God. ഞങ്ങൾ ഞങ്ങളൊരു ദൈവത്തെ സേവിക്കുന്നു. Our God, ഞങ്ങളുടെ ദൈവം, whom we serve, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം is able അവന് വിടുവിക്കുവാൻ to കഴിവുള്ളവൻ. deliver us അവൻ വിടുവിക്കുവാൻ കഴിവുള്ളവനാണ്. and from the burning furnace, and he will deliver us from your hands,
O King. അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. But see, the faithfulness again does not stop there. അവരുടെ വിശ്വസ്തത നിങ്ങൾ ശ്രദ്ധിക്കുക, അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. Next verse. അതിന്റെ അടുത്ത വാക്യം, But if not, But if not, let it be known it means they consider anything from God, anything from God as goodness for them. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഏത് വിഷയമാണെങ്കിലും അത് നന്മയായിട്ടാണ് അവരുടെ ജീവിതത്തിൽ കരുതുന്നത്. So they say, അവർ പറയുന്നത്, but if he did not, But if not, sorry, but if not, but if not, let it be known to you, let it be known to you, O King, O King, that we do not serve your God, that we will not serve your God, nor will we worship nor will we worship the gold the gold image image which you have set up. which you have set up. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. Let us pray and bow our heads. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ തലകളെ വണക്കാം.